ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെയല്ലേ വരുന്നത്. എല്ലാവരും വീട്ടിൽ സ്റ്റാറൊക്കെ വാങ്ങിയോ? കുട്ടികളെല്ലാം വാങ്ങാൻ തിരക്ക് കൂട്ടി കാണുമല്ലേ? അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റാർ ഉണ്ടാക്കി നോക്കിയാലോ? A4 ഷീറ്റും ഗ്ലൂവും വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ അമ്മമാരും ഒപ്പരം കൂടണം കേട്ടോ. ഈസിയാണ്, എന്നാലും കുട്ടികളെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? അപ്പൊ എങ്ങനെ നമുക്ക് വീട്ടിലൊരു സ്റ്റാർ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. എന്റെ കയ്യിൽ സ്റ്റാർ ഒക്കെ കണ്ടത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഇത് എന്തിനാ ഇത് സ്റ്റാർ എല്ലാം പിടിച്ചിരിക്കുന്നതെന്ന്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കിയാലോ? ഇന്നൊരു കുക്കിംഗ് വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇന്നൊരു സ്റ്റാർ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ വീട്ടിലെ കുട്ടികളെല്ലാം ഇപ്പോൾ സ്കൂളെല്ലാം കൂട്ടിയിട്ട് ക്രിസ്മസ് വെക്കേഷനിൽ ഇരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പൊ അവരെയും കൂടി നമുക്ക് ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് നോക്കാം. ഭംഗിയില്ലേ സ്റ്റാർ കാണാൻ വേണ്ടിയിട്ട്? നോക്കിയേ. അപ്പൊ ഞാനും എന്റെ മോനും കൂട്ടിയിട്ട് ഇന്നലെ ഉണ്ടാക്കിയെടുത്ത സ്റ്റാർ ആണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ മക്കളെല്ലാം കൂട്ടിയിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഏറ്റവും ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് എങ്ങനെയാ സ്റ്റാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർ ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന സാധനം എന്താ വെച്ചാൽ A4 ഷീറ്റ് വേണം. A4 ഷീറ്റ് കളർ പേപ്പർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെ? ക്രാഫ്റ്റ് ഐറ്റംസിന്റെ ഷോപ്പിൽ പോയാൽ നമുക്ക് A4 ഷീറ്റിന്റെ പല തരത്തിലുള്ള കളേഴ്സ് നമുക്ക് കിട്ടും. കണ്ടോ? ഏത് കളർ വേണ്ടിയിട്ടും നമുക്ക് സെലക്ട് ആക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇന്ന് സെലക്ട് ആക്കുന്നത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 5 ഗ്രീൻ കളർ A4 ഷീറ്റ് നമുക്ക് ഈ സ്റ്റാർ ഉണ്ടാക്കാൻ ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന സാധനം എന്ന് വെച്ചാൽ ഗ്ലൂ ആണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് UHU എന്നുള്ള ഒരു ആർട്ടിന്റെയും ക്രാഫ്റ്റിന്റെ എല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൂ ആണ്. അതല്ലെങ്കിൽ ഫെവിക്കോളിന്റെ ഗ്ലൂ ആയാലും എടുക്കുക കേട്ടോ. അപ്പം അത് വേണം. പിന്നെ സിസേഴ്സ്, കത്രിക വേണം. ഒരു സ്കെയിൽ വേണം. പിന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പെൻസിൽ അല്ലെങ്കിൽ പെന്ന്, ഏതെങ്കിലും ഒന്ന് വേണം. ഒരു സ്റ്റേപ്ലർ വേണം. പിന്നെ ഒരു കയറ്. അപ്പോ എങ്ങനെ നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുള്ള പേപ്പേഴ്സ് എടുക്കാം കേട്ടോ. ഞാൻ ഈ കളർ പേപ്പറാണ് എടുക്കുന്നത്. 5 A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പറിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക. അതിനെ നമുക്ക് പകുതിക്കേക്കിടെ മടക്കുക. പക്ഷെങ്കിൽ കുറച്ച് ഭാഗം ബാലൻസ് ചെയ്തിട്ട് മടക്കുക. പകുതിക്കേക്കിടെ ആദ്യം എടുക്കുക. പക്ഷെങ്കിൽ ഒരു 2 സെന്റിമീറ്റർ ഈ അറ്റം വിടിയിച്ചിട്ട് നമ്മൾ മടക്കിയിട്ട് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. കണ്ട, പകുതിക്കേക്കിടെ മടക്കുക. ഒരു 2 സെന്റിമീറ്റർ ഭാഗം ഇങ്ങോട്ട് വിടിയിച്ചിട്ട് മടക്കുക. എന്നിട്ട് ആ 2 സെന്റിമീറ്റർ വിട്ട ഭാഗത്തുണ്ടല്ലോ, അതിനെ ഉള്ളിലോട്ട് മടക്കിയെടുക്കുക. ഇപ്പൊ മനസ്സിലായ? പകുതിക്കേക്കിടെ എടുക്കുക. പക്ഷെങ്കിൽ 2 സെന്റിമീറ്റർ വിട്ടിട്ട് മടക്കുക. കണ്ട, ഇത് ഇങ്ങോട്ടേക്കും മടക്കിയെടുക്കുക. ഇതെന്തിനാ മടക്കുന്നതെന്ന് വെച്ചാൽ ഈ മടക്കിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മള് ഗ്ലൂ തേച്ച് കൊടുക്കും. അപ്പൊ ഗ്ലൂ എടുക്കുക, ഈ ഭാഗത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഗ്ലൂ തേച്ച ഭാഗം ഉൾഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. കണ്ട, ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ 5 പേപ്പേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം പേപ്പർ എടുക്കുക. 2 സെന്റിമീറ്റർ വിട്ടിട്ട് ഈ നീളത്തിൽ കേട്ടോ, 2 സെന്റിമീറ്റർ വിട്ടിട്ട് മടക്കുക. രണ്ട് സെന്റിമീറ്റർ വിട്ടിട്ട് മടക്കുക. 2 സെന്റിമീറ്റർ ഉള്ളിലേക്ക് മടക്കി വെക്കുക. അത് ഉള്ളിലേക്ക് മടക്കുന്നത് ഈസിയാണ്. അല്ലെങ്കിൽ ഗമ്മ തേച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മടക്കി വെച്ചാൽ നമുക്ക് പിന്നെ ഗമ്മ തേച്ചിട്ട് മടക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് ഗമ്മ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഗ്ലൂ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് ഉൾഭാഗത്തേക്ക് മടക്കി കൊടുക്കും. കണ്ട, ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ.
ഇതാ ഞാനിവിടെ 5 പേപ്പേഴ്സും ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിന്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ മടക്കിയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നേർപകുതിക്കേക്കടെ മടക്കും. ഈ മടക്കിയതിനെ കേട്ടാ, ഈ മടക്കിയ ഭാഗം നേർപകുതി മടക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കുക. കണ്ട, നേർപകുതിക്കേക്കടെ മടക്കുക. എല്ലാ പേപ്പേഴ്സും ഇതുപോലെ മടക്കി വെക്കാം. ഈ ഒട്ടിച്ച ഭാഗം ഉള്ളിലോട്ട് മടക്കി വെക്കുക. നല്ല ഈസിയാണ് കേട്ടോ. കുട്ടികളെല്ലായിട്ട് ഇരുന്നിട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പൊ ഞാനിവിടെ 5 പേപ്പറും ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പേപ്പർ ആദ്യം എടുക്കുക. നമ്മൾ സ്കെയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? ഈ സ്കെയിലില് നമ്മൾ ഈ മടക്കിയ പേപ്പറിന്റെ ഈ ഒരു സൈഡ് എത്ര സെന്റിമീറ്റർ ആണെന്ന് നോക്കുക. ടോട്ടൽ സെന്റിമീറ്റർ എത്രയാണെന്ന് നോക്കുക. ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന പേപ്പറിന്റെ ടോട്ടൽ സെന്റിമീറ്റർ 14 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ നേർ പകുതി എടുക്കുക. 7 എന്നുള്ളെടുക്കുക. നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലും അതുപോലെ തന്നെ 7 എന്നുള്ളെടുക്കുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ മിഡിൽ പോർഷൻ എടുക്കുക. മുകളിലത്തെ ഭാഗം എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് നോക്കുക. അത് ഞാൻ ഇവിടെ മുകളിലത്തെ ഭാഗം 10 സെന്റിമീറ്റർ ആണ് കാണിക്കുന്നത്. അതിന്റെ നേർ പകുതി. അപ്പൊ നമുക്ക് അതിന്റെ മിഡിൽ ഭാഗം കിട്ടും. കണ്ടോ? അപ്പൊ നമ്മൾ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെരിച്ചൊരു വര വരച്ചു കൊടുക്കണം. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിന്റെ മിഡിൽ ഭാഗത്തുനിന്ന് നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ നേർ പകുതി, ഈ പേപ്പറിന്റെ പകുതി ഭാഗത്തേക്ക് ഒരു ചെരിച്ച് ഒരു വര വരച്ചു കൊടുക്കും. കണ്ടോ? ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. കണ്ട, ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ പേപ്പറിന്റെ ഈ ഒരു സൈഡിൽ 2 ചെറിയ ഒരു ട്രയാങ്കിൾ, ഒരു കോൺ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 2 സെന്റിമീറ്റർ 2.5 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചെടുക്കുന്നു. ഇതാ ഇങ്ങോട്ടൊന്ന് ചരിച്ചു വരക്കുക, ഇങ്ങോട്ടേക്കൊന്ന് ചരിച്ചു വരക്കുക. ഈ അറ്റത്തുനിന്ന് ഇതാ ഇതുപോലെ ഒന്ന് ചരിച്ചു വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ഒരു കോൺ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത്ര തന്നെ വലുപ്പത്തില് നമുക്ക് വേറൊരു ട്രയാങ്കിളും കൂടി മേക്ക് ചെയ്യാം. കോൺ ഷേപ്പിൽ അങ്ങോട്ട് വരച്ചെടുക്കാം. കണ്ടോ? ഈ ഒരു ഷേപ്പില് നമുക്ക് വരച്ചെടുക്കാം. ഈ സൈഡിൽ വരച്ച അതേ സൈസിലുള്ള കോൺ ഷേപ്പ് തന്നെ ഈ ഇപ്പുറത്തെ സൈഡിലും വരച്ചെടുക്കാം. കണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ ഒരു ഷേപ്പില് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കത്രിക എടുക്കുക, വരച്ച ആ ഷേപ്പില് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ട്രയാങ്കിളും ഇനി ഈ സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും അല്ലേ? ഈ നമ്മൾ മടക്കി വെച്ച എല്ലാ പേപ്പേഴ്സും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുറിച്ച് വെച്ച പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ മറ്റേ പേപ്പറിന്റെ മുകളിലേക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട്
എന്നാൽ പിന്നെ നമുക്കിനി സ്കെയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെച്ച് കൊടുക്കുക. കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ പെൻസിലിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് സ്കെയിലിന്റെ ആവശ്യം പിന്നെയില്ല. കണ്ടോ? ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്യണം. ആ പേപ്പറും ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഓരോന്നോരോന്നായിട്ട് എടുക്കുക, കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 5 പേപ്പേഴ്സും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു പേപ്പർ എടുക്കുക, ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ ഇങ്ങനെ മടക്കിയത് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഭാഗം കിട്ടും. ഈ ഒരു ഭാഗത്തേക്ക് ഗമ്മ തേച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം. പേപ്പർ മുറിച്ചത് ഇങ്ങോട്ട് എടുക്കുക, അതിനെ ഓപ്പൺ ചെയ്യുക, നടുക്കുന്ന അങ്ങോട്ടേക്ക് ഗമ്മ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്തത് എടുക്കുക, ഓപ്പൺ ചെയ്യാം, നമ്മൾ ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. പേപ്പറും നമ്മൾ കട്ട് ചെയ്തത് ഉൾഭാഗത്ത് ഗമ്മ് തേച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് അതിൻ്റെ അകത്തുനിന്ന് ഒരു പേപ്പർ ആദ്യം എടുക്കുക, ഇവിടെ വെക്കുക. അതിന്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ നടുഭാഗം, ഈ നടുഭാഗത്ത് നമുക്ക് ഗമ്മ് തേച്ച് കൊടുക്കുക. കണ്ടോ? ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാ അടുത്ത പേപ്പർ എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് വേണമെന്ന് വെച്ചാല് ഇതിന്റെ നടുഭാഗത്തും ഇതുപോലെ നീളത്തില് ഗമ്മ തേച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത പീസ് പേപ്പർ എടുക്കുക, കട്ട് ചെയ്ത് വെച്ച പേപ്പർ എടുക്കുക, ഇതിന്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഈസിയാണ് കേട്ടോ, ചെറിയ കുട്ടികൾക്കെല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ 5 പേപ്പറും നമുക്ക് ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു ഗമ്മ് എടുത്തുന്നേ ഉള്ളൂ. ഇത് ഇവിടെ മോൻ സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കിനെല്ലാം യൂസ് ചെയ്യുന്ന ഗമ്മാണ് കേട്ടോ. നമുക്കിനി മെല്ലനെ വിടിവിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഉണങ്ങാൻ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. കണ്ട? വാവ്, നൈസ് അല്ലേ? ഇല്ലേ? അപ്പോ ഈ നമുക്കിനി എന്ത് വേണമെന്ന് വെച്ചാല് നമുക്ക് ഇതിനെ കയറ് കെട്ടണം അല്ലേ? ഭാഗം നമ്മൾ ഒട്ടിച്ചും കൊടുത്തിട്ടില്ല അല്ലെ? അപ്പൊ ഈ കയറ് കെട്ടാൻ എന്നാ വേണ്ടതെന്ന് വെച്ചാല് ഈ ഒട്ടിച്ചു കൊടുക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് നമ്മള് ഇതിന്റെ നടുഭാഗത്ത് നമുക്ക് ആദ്യം കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയറിലാണ് കേട്ടോ ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് കയറാണോ എടുക്കുന്നത് വെച്ചാല് ആ കയർ എടുക്കുക.
എന്നിട്ട് ഈ ഗമ്മിന്റെ നടുക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുക്കുക. കണ്ടല്ലോ അല്ലേ? കുറച്ച് കഴിയുമ്പോൾ അത് ഒട്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ കയറിന്റെ മുകൾ ഭാഗത്തും കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കുക. കാരണം അപ്പുറത്തെ സൈഡ് ഒട്ടണമല്ലോ. ഗമ്മ് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മെല്ലനെ ഇങ്ങോട്ട് പൊന്തിച്ചെടുക്കാം. കണ്ടല്ലോ? 2 സൈഡ് തമ്മിൽ ഇനി ഒട്ടിച്ചെടുക്കുക. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് നമുക്കിത് പേപ്പറാണല്ലോ, നമുക്കഥവാ നിൽക്കൂലെന്ന് തോന്നിയെങ്കിൽ നമ്മൾ ഈ സ്റ്റേപ്ലെയർ എടുത്തിട്ട് ഈ നമ്മൾ കയറ് കെട്ടിയ ഭാഗം ഉണ്ടല്ലോ അതിന്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക. ഇതിന്റെ നടുക്ക് കയറിന്റെയും ഈ പേപ്പറിന്റെയും നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റേപ്ലെയർ വെക്കുക. ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ സേഫ്റ്റിക്ക് നമുക്ക് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കാം അല്ലേ? കണ്ട, ഇതിപ്പോ അവിടെ സെക്യൂർഡ് ആയി. ഇനി നമുക്ക് വീട്ടിന്റെ എവിടെ വേണ്ടിക്കും തൂക്കിയിടാം. നല്ല ഭംഗിയില്ലേ കാണാൻ? ഈസി അല്ലേ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ വീട്ടില് ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.